സിനിമ ഇസ് എ റിയലി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയലി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പം എനിക്കിതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഫിലിമാണ്. എൻ്റെ സെക്കൻഡ് ടൈം വിത്ത് മമ്മൂക്ക. ഐ എം റിയലി ഗ്ലാഡ് ടു ഷെയർ സ്ക്രീൻ വിത്ത് മമ്മൂക്ക അണ്ടർ ഗൗതം സാസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഐ എം ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ് ഡൊമിനിക്. ഇറ്റ്സ് ഗോട്ട് സോ മെനി ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, അൺഎക്സ്പെക്റ്റഡ് മൊമെൻറ്റ്സ്, ഓൾസോ മമ്മൂക്കാസ് ഹ്യൂമർ. അപ്പം I am also an international award winner for Best Actress. Really hoping for more opportunities and looking forward. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം സന്തോഷം. ഓൾസോ സപ്പോർട്ട് മീ ആൻഡ് ഡൊമിനിക് ഫിലിം ബൈ ഗോയിങ് ടു തിയേറ്റേഴ്സ്. ഗോകുൽ സുരേഷ്, ഹീ ഈസ് എ റിയലി നൈസ് ഗായ്, എ ചിൽ ഗായ്. ഓൾസോ സപ്പോർട്ടീവ്, ടോക്കറ്റീവ് ആണ് ആൾ. എന്താ പറയുക, പറഞ്ഞു തരും, ഓക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. നമുക്ക് വാസ് ഗുഡ് വർക്കിംഗ് വിത്ത് ഇറ്റ് വാസ് എ ഗുഡ് ടീം ആക്ച്വലി. പിന്നെ ഗൗതം സാറിനെ കണ്ടത് തന്നെ ഐ ആം സോ ഹാപ്പി ടു വർക്ക് വിത്ത് ഹിം. റിയലി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മസ്റ്റ് വാച്ച്. വർക്ക്സ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു സീരീസ് ചെയ്യുന്നുണ്ട്, ഉഷാറാക്ക് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് എ വെബ് സീരീസ്. അപ്പം ഒബ്വിയസ്ലി ഐ എം ഗോണ സ്റ്റേ ഇൻ ദിസ് ഫീൽഡ്, നോട്ട് ഗോണ ഗിവ് അപ്പ് ഓർ എനിത്തിങ്. താങ്ക് യു സോ മച്ച്. പടം നല്ല ഉഷാർ പടമല്ലേ? കാരണം നമുക്ക് ഇത്രയും പ്രായത്തിൽ ഇത്രയും ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര സംഭവട്ടാ. കാരണം ഇതിൽ ഡാൻസ് കണ്ടിട്ട് ദിലീപിന്റെ ഡാൻസ് കണ്ടിട്ട് പോയി തോന്നി, ജനപ്രിയതായ ഡാൻസ് ആയിട്ട് തോന്നി എനിക്ക്. ഇങ്ങനെ ആ സ്റ്റെപ്സ്, കാരണം ഇത് പക്ക ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. ടർബോന് ശേഷം ഒരു സീരിയസ് സെന്റിമെന്റ്സ്, ലവ് ട്രാക്ക്, പിന്നെ കോമഡി എല്ലാം കൊണ്ട് തന്നെ വർക്കൗട്ടായി പോകേണ്ട മലയാള ചിത്രം തന്നെയാണ്. ഒരുപാട് പേര് ലാഗായിട്ട് പറയുന്നുണ്ട്, കൊള്ളില്ലെന്ന് പറയുന്നുണ്ട്. മലയാള സിനിമ കൊള്ളില്ലെന്ന് പറയേണ്ട ആവശ്യമില്ല. നീയൊക്കെ ഒരു ഷൂട്ടിംഗ് കണ്ടിട്ട് വേണം സിനിമയെ പറ്റി കുറ്റം പറയാൻ. നമ്മൾ സിനിമ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. എന്റെ അഭിനയത്തിനെ പറ്റി ഫസ്റ്റ് ടൈം മമ്മൂക്കയോടെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. മമ്മൂക്കയോടൊന്നല്ല, ആദ്യമായിട്ട് ഞാൻ ഫിലിമിന് അതെ ശരിയാണ്. എന്നാലും ഫസ്റ്റ് ടൈം തന്നെ മമ്മൂക്കയോട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയില്ലേ? അതെ ഞാൻ അഭിമാനിക്കുന്നു. അതെ എൻ്റെ രണ്ട് ഫ്രണ്ട്സാണ് എൻ്റെ റൈറ്റേഴ്സ്. അവരോട് ഞാൻ പറഞ്ഞു അഭിനയിക്കണമെന്നല്ലേ പറഞ്ഞു. അതെ, ഏട്ടൻ്റെ അടുക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞ സീനുണ്ടല്ലോ, ഞാൻ പറയുന്നില്ല, പറഞ്ഞൊരു സ്പോയിലറാണ്. അതിൻ്റെ അകത്തൊരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ വെച്ചാൽ മതിയെന്ന്. അപ്പോഴത്തേക്കും അതിലൊരു ചേട്ടൻ തന്നെ, എടാ നിനക്ക് എന്തിനാണ് ആ ഫോട്ടോ, നീ ഒന്ന് അഭിനയിച്ചൂടെ, ഒരു ഡയലോഗുള്ളൊരു സീൻ അഭിനയിച്ചൂടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ അവർ തന്നെയാണ് ആ സീൻ കൊടുത്തത്. അപ്പം ഇങ്ങനെ മമ്മൂക്കയുടെ ഒരു ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ, അത് മുഖത്ത് നോക്കിയൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, അതിനുപരി GVM എന്ന വ്യക്തിയെ നമ്മൾ 90 കിഡ്സ് ഞങ്ങളെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന, പ്രത്യേകിച്ച് എൻ്റെ പെങ്ങൾ അതാണ് ഭയങ്കര പ്രാന്തി, അതോ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. GVMനെ കാണാനായിരുന്നു അവൾ തെറ്റി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഉപരി നമുക്ക് സത്യം പറഞ്ഞ പടത്തിലുപരി ഉള്ളിൽ നമ്മുടെ ബാക്കിൽ നിന്ന് സിനിമ കാണുന്നത് അതൊക്കെ ഭയങ്കര സ്വപ്നമാണ് പറയുമ്പോൾ. അതെ ഒത്തിരി സന്തോഷം. അത് തന്നെ ഞങ്ങൾ കാണണമെന്ന് പറയുന്നത്, അല്ല നമ്മൾ കാണരുതെന്ന് പറയും. പടം എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടും. കാര്യം ആ ഒരു ഞാൻ എടുത്തു പറയുന്ന GVM എങ്ങനെയാണോ നായികമാരെ പ്ലേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു പഠിക്കണം. അത് എങ്ങനെ ഭയങ്കര അത്ഭുതം തോന്നുന്നു, എങ്ങനെ ഇത്ര സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കുന്നത്. കേട്ടോ പറു. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്ത് നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു കൈൻഡ് ഓഫ് സ്റ്റോറിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ സസ്പെൻസും അത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു സസ്പെൻസൊന്നും അല്ല. ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി അത്ര വർക്കായില്ല. അതായത് മമ്മൂട്ടിയുടെ ക്യാരക്ടറും ആ ഒരു ക്യാരക്ടറും പ്രസൻറ്റ് ചെയ്ത രീതിയും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കഥ നോക്കുകയാണെങ്കിലും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോയ രീതി വെച്ച് നോക്കിയാലും എനിക്കത്ര എൻഗേജിങ് ആയിട്ടോ എനിക്കത്ര പുതുമയുള്ളതായിട്ടോ എനിക്ക് തോന്നിയില്ല. കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത്. എനിക്കത് പേഴ്സണലി ഒട്ടും വർക്കായില്ല. കോമഡി പ്ലേസ് ചെയ്ത രീതി നന്നായിട്ടുണ്ട്. കോമഡി ഭയങ്കര ഓർഗാനിക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കോമഡി എല്ലാം നല്ല രീതിയിൽ ലാൻഡ് ആയിട്ടുണ്ട്. മമ്മൂട്ടി അത് ചെയ്യുന്ന രീതി നല്ല രസമാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുമ്പോൾ എനിക്കത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. പേഴ്സണലി എനിക്കതാ ഒപ്പീനിയൻ. ഇത് GVM ഡയറക്റ്റ് ചെയ്തൊരു പടമാണെന്ന് തന്നെ തോന്നില്ല. കാരണം ടോട്ടലി വേറെ ഏതൊരു ഡയറക്ടർ ചെയ്തൊരു ഫീലാണ് കിട്ടുക. കാരണം നമ്മുടെ മനസ്സിലുള്ളൊരു സിനിമയുണ്ടല്ലോ GVM ചെയ്യുന്നൊരു ടൈപ്പ്, ഇത് അങ്ങനത്തെ ഒരു പടമേ അല്ല. ഒരു ഓർഗാനിക്കായിട്ട് തുടങ്ങി, എന്നാൽ ചില സമയത്ത് ഇത്തിരി ഓവർ ദ ടോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എനിക്കത്ര വർക്കായില്ല. പക്ഷേ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ക്ലൈമാക്സ് ട്വിസ്റ്റ് എനിക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരു 30 കൊല്ലം മുമ്പ് കണ്ടിട്ടുള്ള ഒരു സിനിമയുടെ അതേ ട്വിസ്റ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കത് അത്ര പേഴ്സണലി വർക്കായില്ല. തിയേറ്ററിൽ ഓടും, മമ്മൂക്ക ആയതുകൊണ്ട് തന്നെ പടം ഓടാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും എനിക്കത്ര പുതുമ തോന്നിയില്ല. കുറച്ചും കൂടിയൊക്കെ നന്നാക്കാമായിരുന്നു. കാരണം മമ്മൂട്ടിയുടെ പോലെ ഒരു ആക്ടറിൻ്റെ ഒരു ഡേറ്റ് കിട്ടിയിട്ട് ഇത്രയും ചെയ്താൽ പോരാ. നല്ലൊരു സിനിമ അർഹിക്കുന്നുണ്ട് ഈ ഒരു ഡൊമിനിക് എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. പക്ഷേ സിനിമ അത്ര ഇമ്പ്രസീവ് ആയില്ല. അതാണ് പ്രശ്നം.
അത്രയ്ക്ക് സ്ക്രീൻ ടൈം അത് ഒരുപാടില്ല, പക്ഷേ കണ്ടിരിക്കാൻ രസമായിരുന്നു. പക്ഷേ കുറച്ചും കൂടിയൊക്കെ കൊടുക്കാമായിരുന്നു. കാരണം മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്, കുറച്ചും കൂടി ഒരു ഐഡൻറ്റിറ്റി കൊടുക്കാമായിരുന്നു. ഇതിൽ ചുമ്മാ മമ്മൂട്ടിനെ പ്രേസ് ചെയ്യാന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊരു വ്യക്തിത്വം കൊടുത്തിട്ടില്ല. ചുമ്മാ ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഇതിനേക്കാളും നല്ലൊരു ട്വിസ്റ്റ് വേണ്ടിയിരുന്നു. ഞാനതിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പടങ്ങളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ട്വിസ്റ്റ് റിവീൽ ചെയ്യാതെ തന്നെ പറയുകയാണെങ്കിൽ അവരങ്ങനെയല്ല പ്രസൻറ്റ് ചെയ്യേണ്ടിയിരുന്നത്. കാരണം അവരെന്തോ വില്ലന്മാരായിട്ട് കാണിക്കുന്ന രീതിയിലാണ് ട്വിസ്റ്റ് വന്നിട്ടുള്ളത്. നല്ല രീതിയിലായിരിക്കും ഉദ്ദേശിച്ചത്, പക്ഷേ അത് ഇമ്പാക്റ്റ് ആ നല്ല രീതിയിലല്ല എടുക്കുക. അത് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടില്ല. നല്ല പടം, നല്ല പടമാണ്. അടിപൊളി ക്രൈം ഡ്രാമയാണ്. നല്ല അടിപൊളിയായിട്ട് ആദ്യം മുതൽ അവസാനം വരെ നല്ല ആളുകളെ പിടിച്ചിരുത്തുന്നുണ്ട്. ബോറടി ഒന്നുമില്ല. നന്നായിട്ട് മമ്മൂക്ക ഗോകുൽ സുരേഷ് നല്ല അടിപൊളി കൂട്ടുകെട്ടാണ്. നല്ല സൂപ്പറായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റിംഗും ആണ്, എല്ലാം കൊണ്ടും സൂപ്പറാണ്, ബ്ലോക്ക് ബസ്റ്ററാണ്. ഡൊമിനിക്കിനെ കുറിച്ചാണെങ്കിൽ വളരെ വളരെ തല്ലിപ്പൊളി പടം. ഒരു ഏവറേജ് പോലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു മൂവി എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ വന്നത് മമ്മൂട്ടി കമ്പനി ഒന്ന്, കാരണം ഇതുവരെ എടുത്ത പടമൊന്നും പൊട്ടിയിട്ടില്ല. പക്ഷേ ഈ പടം മമ്മൂട്ടി കമ്പനിയുടെ കയ്യിൽ നിന്ന് പോയി. അതുപോലെ തന്നെ ഗൗതം വാസുദേവൻ നമ്മൾ ഒരുപാട് പ്രതീക്ഷ കൊടുത്തു. രണ്ടിലും എല്ലാം കൊണ്ട് പോയി പടം വളരെ. കാരണം എന്ന് പറഞ്ഞാൽ പടം മെയിനായിട്ട് ലാഗ് കൊണ്ടുപോയി അവസാനത്തിലേക്ക് നമ്മളൊരു എന്താ പറയുക, ഒരു 20 മിനിറ്റെങ്കിലും പടം നന്നാവുമെന്ന് വിചാരിച്ചു. ഒരു ട്വിസ്റ്റ് ഉണ്ടാവും, ഒരു എന്താ പറയുക, ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണത്. കാരണം ഡിറ്റക്റ്റീവിൻ്റെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സ്റ്റോറി പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ അതിനൊന്നും 7 അകലത്ത് പടം എത്തിയിട്ടില്ല. നമ്മൾ വിചാരിച്ച പ്രതീക്ഷയുടെ അത്ര പോലും പടം എത്തിയിട്ടില്ല. അത്രക്കും വളരെ സ്പോയിലറാണ് പടം. ഒരു കണ്ടിരിക്കാൻ കൊള്ളില്ല, ലാഗാണ്. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മമ്മൂട്ടിനെ കുറിച്ച് നമുക്ക് പറയാമല്ലോ. പെർഫോമൻസ് മമ്മൂട്ടി ആയാലും ലാലേട്ടനായാലും അവരൊക്കെ ആക്ടിങ് ഓൾറെഡി നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ പെർഫോമൻസിനല്ല സ്ഥാനം, ഇവിടെ പടത്തിൻ്റെ സ്റ്റോറി സ്ക്രീൻ പ്ലേ അതിനല്ലേ സ്ഥാനം. ആ പടത്തിൻ്റെ സ്റ്റോറി സ്ക്രീൻ പ്ലേ ഒന്നുകൊണ്ടും ഗോകുൽ സുരേഷ് ഒന്നും കുഴപ്പമില്ല. അവരൊക്കെ അവരുടെ അഭിനയം ആ ലെവലിൽ പോകും. പക്ഷേ പടത്തിന് സ്റ്റോറി ഇല്ലെങ്കിൽ പോയില്ലേ, അത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പടം വളരെ ലാഗാണ്. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ തല്ലിപ്പൊളി പടം എന്ന് തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. അത്രയും പോയില്ല. ശരി. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഓഡിയൻസ് പൾസ് പൊളി ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. ലാലേട്ടൻ പഠിക്കേണ്ട കാര്യമാണ്. പിന്നെ കോമഡി, ആക്ഷൻ, സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനറാണ്. ഈ കാലഘട്ടത്തിൽ പറ്റിയ ഫിലിമാണ്, ഈ കാലഘട്ടത്തിൽ ഇറങ്ങേണ്ട ഫിലിമാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആദ്യമായിട്ടേക്ക് മമ്മൂട്ടിയുടെ പടം 100 കോടി ക്രോസ് ചെയ്യുന്ന ഭയങ്കര ലേറ്റായി. ഗൗതമേനോട് ഡയറക്ഷൻ നോക്കിയിരുന്നതാണ്. മമ്മൂട്ടിക്ക് ഹ്യൂമർ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ഷൻ, സെന്റിമെന്റ്സ് എല്ലാ എലമെൻസും ഉണ്ട്. നല്ലൊരു എൻ്റർടൈനറാണ്, ക്ലാസ് എൻ്റർടൈനറാണ്. എന്തായാലും ലാലേട്ടൻ പഠിക്കേണ്ടതാണ് മമ്മൂക്കിയുടെ. ഇതാണ് ഇപ്പോഴത്തെ ഓഡിയൻസ് പറ്റിയ മൂവി, ഈ കാലഘട്ടത്തിൽ പറ്റിയ മൂവി. അത് ആ പൾസ് ശരിക്കും നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. പടം എന്താ ലേറ്റായിരിക്കും. പുള്ളിയുടെ മൂവീസും അതിനേക്കാട്ടിലുപരി പുള്ളിയുടെ പാട്ടുകളൊരു രക്ഷയില്ല. പുള്ളിയുടെ എല്ലാ പടത്തിലുള്ള സോങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചൈൽഡ്ഹുഡിനെയൊക്കെ അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സോങ്സാണ്. അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് ഡെബ്യൂ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. അത് എസ്പെഷ്യലി മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു അതിലൊരു കോണ്ടൻറ്റ് കാണും എന്നുള്ളത്. പക്ഷേ ഒട്ടും ഹൈപ്പും പ്രൊമോഷനൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കണ്ടപ്പോൾ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഒരു കോമഡി, ആ ഒരു ഫീൽ ഗുഡ് ഫീലിൽ ഇങ്ങനെ പോയി. ഒത്തിരിയധികം നല്ല കോമഡീസ് ഉണ്ടായിരുന്നു. നല്ലോണം ചിരിച്ചു. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിലൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ പെട്ടെന്നൊരു ടേൺ എടുക്കുകയായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്ക് മൂവി കയറി. ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ട്വിസ്റ്റ് ഗംഭീരം, അടിപൊളി പടം. ഞാൻ നോക്കിയിട്ട് സൂപ്പറായിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം, GVMൻ്റെ ഡയറക്ഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. ഗോകുൽ സുരേഷ് അമേസിങ് ആയിരുന്നു. പിന്നെ ഒരു സംഭവം എന്താ വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു സിനിമ കണ്ടിട്ടുണ്ട്, ഒരു ചെറിയ സിനിമ. അതിൽ ചെറിയൊരു ഏകദേശം അതുപോലൊക്കെ വന്നിട്ടുണ്ട്. ഡിസ്മിസ് ഫ്രം ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അയാൾ ഡയറക്റ്റ് ചെയ്തായിരുന്നു. അതുപോലൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ സൂപ്പറായിരുന്നു, പടം അമേസിങ് ആയിരുന്നു. എന്തായാലും കണ്ടിരിക്കാൻ പറ്റിയ. മമ്മൂക്കയുടെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നൈസായിരുന്നു, കണ്ടിരുന്നു. ചില സമയത്തുള്ള അയാളുടെ ലുക്ക് കണ്ടിരിക്കാനുള്ളതുണ്ട്. പിന്നെ ഗോകുൽ സുരേഷ് എടുത്തു പറയേണ്ടതാണ്. പിന്നെ അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിരുന്നു. GVM
ഒരു രക്ഷയില്ല. അയാൾ ഫീൽഡിൽ നിന്ന് പോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. കുഴപ്പമില്ല, മമ്മൂട്ടി ഉഗ്രനായിട്ടുണ്ട്. പിന്നെ പടം ഇച്ചിരി സ്ലോ ബേസിലാണ് പടം പോകുന്നത്. പക്ഷേ അവസാനം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. പിന്നെ ഇൻ്റർവ്യൂവിൽ ഭയങ്കര സ്ലോ ആയിട്ട്. പക്ഷേ മമ്മൂട്ടി അടിപൊളിയായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ അത്ര എത്താൻ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ബാലൻസ് ആകുന്നില്ല, അതൊരു പ്രശ്നമുള്ളൂ. പടം സ്ലോ ബേസിലാണ്, എന്നാലും കുഴപ്പമില്ല. അവസാനം നന്നായിട്ടുണ്ട് കേട്ടോ പടം, കുഴപ്പമില്ല. ജീവൻ്റെ ആദ്യത്തെ ഡയറക്ഷനാണല്ലോ മലയാള പടം, ആ ഒരു പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു സ്ലോയിലാണ് പടം പോകുന്നത്, അങ്ങനെ ഒരു വിഷയമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ടീമാണല്ലോ പുള്ളി, അങ്ങനത്തെ ഒരു ഇതാണല്ലോ, ആ ഒരു ബേസിൽ തന്നെയാണ് പടം പോകുന്നത്. പക്ഷേ ഇത് ബാക്കിയുള്ള പുള്ളിയുടെ തമിഴ് പടങ്ങളൊക്കെ ഭയങ്കര ഒരു സ്പീഡപ്പ് നമുക്ക് കാണാൻ, സൂര്യയുടെ പടവും കമലാസനെ വെച്ച് ചെയ്തൊക്കെ ഇപ്പോൾ ഒരു വേറൊരു രീതിയിലാണ്. പക്ഷേ ഇതൊരു ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്, അതൊരു പ്രശ്നമുള്ളൂ കേട്ടോ. കുഴപ്പമില്ല, അവസാനമായപ്പോഴത്തേക്കും നമ്മളെല്ലാം തന്നിട്ടുണ്ട്, എല്ലാം കാര്യം വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഓക്കെ, ബിഗ് ബി പോലത്തെ ഒന്നല്ല, അതിങ്ങത്തി വ്യത്യസ്ത പടം. പിന്നെ ഒരു കൊലപാതകം അന്വേഷിക്കുന്നതാണ്, അത് പല മുകളിലേക്ക് ഇങ്ങനെ പോയിന് മാത്രം. തമാശയൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ലാസ്റ്റ് ഒരു മൂഡ് പടമായി, പക്ക വെറൈറ്റി പടം. ബിഗ് ബി അതുപോലെ ഷൈലൊക്കെ പോലെ ഒന്നല്ല, അത് കട്ടി വ്യത്യസ്ത കാണണം. ഒരു മൂഡ് പടം കാണണം. ഡിറ്റക്റ്റീവ് തന്നെ, അതിൻ്റെ ചെറിയൊരു വലിച്ചിലിട്ടുണ്ട്, അതൊക്കെ കുഴപ്പമില്ല. ഈ പ്രാവശ്യം എന്തായാലും ഇത് കേൾക്കും, കാരണം മമ്മൂക്കാര പടമല്ലേ, മമ്മൂക്കാര ക്യാരക്ടറൊക്കെ ത്രില്ലറാണ് മൂവി. എന്തായാലും മമ്മൂക്കാടെ കുറച്ച് ഫണ്ണി സംഭവത്തെ എനിക്ക് എൻഗേജ് ആയില്ല, എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്ന ഒരു മൂവിയുണ്ട്. GVM അടിപൊളിയായിരുന്നു. ഇതൊരു ഞാൻ ഇതിനു മുമ്പ് ഒരു സിനിമ കണ്ടിട്ടുണ്ട്, തമിഴിലെ തിട്ടമരണ്ടെന്ന് പറഞ്ഞ ആ ഒരു സിനിമ പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. എന്തായാലും പ്രേക്ഷകർ എന്തായാലും എങ്ങനെ എടുക്കണമെന്ന് അറിയില്ല, എന്തായാലും കാണാനുള്ളതുണ്ട്. നല്ലൊരു മൂവിയാണ്, എന്തായാലും തിയേറ്ററിലൊന്നും എല്ലാവരും കാണാം. സിനിമ തന്നെയാണ്, എല്ലാവരും വന്ന് കാണണം. മമ്മൂട്ടിയുടെ വേറൊരു സാധാരണ ചെയ്തേക്കണ പോലത്തെ ഒരു ഇതല്ല ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ അറിയാൻ പറ്റുമോ സിനിമയിൽ. മമ്മൂക്കാടെ ലുക്ക് അത് കാണാനായിട്ടാണ് മെയിനായിട്ട് വന്നത്, അത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ കാണാൻ ആ ലുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, അത് കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. പിന്നെ ഒരുപാട് പ്രതീക്ഷിച്ച് കാണണ്ട, ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്.